ഹല്ലേലൂയ. എന്നതാ മനുഷ്യൻ്റെ തിന്മ? മനുഷ്യൻ്റെ തിന്മ എന്നാ? നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു, 4 പേരെ കാണിച്ചു തന്നു. നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? എന്തുകൊണ്ടാണ് ഇവരൊക്കെ ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടു പോയത്? നിക്കോദെമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കാതെ നീ സ്വർഗരാജ്യം കാണാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. സാവൂളിനോട് പറഞ്ഞു, കൊർന്നേലിയസിനോട് പറഞ്ഞു, നീ ഭക്തനാണ്, ദൈവഭയമുണ്ട്, സാധുക്കളെയൊക്കെ സഹായിക്കുന്നവനാണ്, നിരന്തരം പ്രാർത്ഥിക്കുന്നവനാണ്, മിഷൻ കാണുന്നവനാണ്, പക്ഷേ നീ രക്ഷപ്പെട്ടിട്ടില്ല. ധനവാനായ മനുഷ്യൻ, നമുക്കറിയാവുന്ന ഒരു പാപവും ചെയ്തിട്ടില്ല. പിന്നെ നരകത്തിൽ പോയി. ദൈവവചനത്തോട് നോ പറഞ്ഞു. ഇന്നത്തെ മനുഷ്യകുലത്തിൻ്റെ പ്രശ്നം ദൈവവചനത്തോട് നോ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വേറെ ആരെക്കുറിച്ചും ചിന്തിക്കണ്ട. ഇവിടെ കുത്തിയിരുന്ന് കേട്ടോണ്ടിരിക്കുകയും കുത്തിപ്പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നവർ ചിന്തിച്ചാൽ മതി, ഈ കേൾക്കുന്നതും എഴുതുന്നതും പാലിക്കുന്നുണ്ടോ? ദൈവവചനത്തോട് നോ പറയുന്നതാണ് ഏറ്റവും വലിയ തിന്മ. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരായ ആദോ ഹവ്വായും ചെയ്തത് എന്തായിരുന്നു? ദൈവവചനത്തോട് നോ പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? ദൈവം പറഞ്ഞിരുന്നു, നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുത്, അത് ഭക്ഷിച്ചാൽ നീ മരിക്കും. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. ചിലർക്കൊക്കെ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു. ഇപ്പോൾ ഈയിടെയായിട്ട് കർത്താവിനെ കൊണ്ട് അപ്പടി അഭിനയിക്കുക. ഇതാ പിതാവായ ദൈവം എന്നോട് പറയുക, നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും. ദൈവം പറഞ്ഞു. നമുക്ക് ലൂസിഫറിനെ അഭിനയിക്കാം. അപ്പോൾ ഇതാണ് പാമ്പിൻ്റെ രൂപത്തിൽ. ആ ചിരിയൊക്കെ കണ്ടാൽ വീണ് പോവും. ദൈവം പറഞ്ഞായിരുന്നോ അത് ഭക്ഷിക്കരുത്? ശരിക്കും പറഞ്ഞാൽ നീ അത് ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെ ആവും. ഏതാ? പിശാച് പറഞ്ഞു. ഞാൻ നടക്കി നിൽക്കുക. ദൈവം പറയുന്നു മോനെ ഭക്ഷിക്കരുത്. പിശാച് പറഞ്ഞു നീ അത് ഭക്ഷിച്ച ദൈവത്തെ പോലെ ആവും. ഞാൻ എന്നെ എടുത്തു, ഇത് കള്ളനാണ്, ഇതാണ് ശരി. ഇപ്പോൾ ദൈവവചനത്തോട് നോ, പിശാചിനോട് യെസ്. ഇന്നും ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവൻ ചെയ്യുന്ന കാര്യമായി പറഞ്ഞു. ഹല്ലേലൂയ. ദൈവവചനം മാറ്റി വെച്ചിട്ട് ഏത് പാവം ആരോട് ഏറ്റു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ദൈവവചനത്തോട് നീ നോ പറഞ്ഞോ, നിനക്ക് നരകമേ ഉള്ളൂ. ഇതാണ് ക്രിസ്ത്യാനി മനസ്സിലാക്കാത്ത ഒരു കാര്യം. ദൈവവചനം മാറ്റി വെച്ചോണ്ട് എന്ത് കോട്ടായം കാണിച്ചാലും ഇവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറയാത്ത കാര്യം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പറയുന്നത് ചെയ്താലേ കാര്യമുള്ളൂ. ഇവിടെ പറയാത്ത കാര്യം ചെയ്താൽ നിനക്ക് നാശം. ഈ ധനവാനായ മനുഷ്യൻ്റെ പാപം അത് മാത്രമേ ഉള്ളൂ. ദൈവവചനത്തോട് നോ പറഞ്ഞു. റിജക്റ്റിംഗ് ഗോഡ്സ് വേർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതൊറ്റ കാര്യം നോക്കിയാൽ മതി. ഈ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമുണ്ട്? അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നതിന് മുമ്പേ യഹൂദ മതത്തിലെ പ്രധാനപ്പെട്ട പുള്ളിയായിരുന്നു സാവൂൾ. സാവൂലിനറിയാം എൻ്റെ സ്വന്തം ജനത്തെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ പ്രാർത്ഥന, എൻ്റെ ജനം രക്ഷിക്കപ്പെടണം. യൂദാസ് എഴുതിയ, യൂദാസ് എന്ന് പറയുന്നത് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അല്ല. യൂദാസ് എഴുതിയ ലേഖനത്തിൽ ഒരധ്യായമേ ഉള്ളൂ, 11-ാമത്തെ വാക്യം. അവർ കായേന്റെ മാർഗത്തിലൂടെ നടക്കുകയും മതി ബാക്കി വായിക്കണ്ട. ഇപ്പം ബാക്കി നമുക്ക് വേണ്ടാഞ്ഞിട്ടല്ല, നമ്മുടെ വിഷയത്തെക്കുറിച്ച് കായേലിനെ ഒന്ന് കാണിക്കാനായിരുന്നു. അവർക്ക് ദുരിതം, കാരണം അവർ കായേലിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ രാവിലെ ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ, പിന്നെ നമ്മൾ രണ്ടുപേരിലൂടെ കേട്ട കാര്യത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ദുരിതം, കാരണം അവർ കായേലിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്നു. കായേലിൻ്റെ മാർഗം എന്താണെന്ന് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദത്തിൻ്റെ ഹവ്വായുടെയും സന്തതികളാണ് കായേലും ആബേലും. അതിൽ രണ്ടുപേരും ബലിയർപ്പിക്കാൻ പോയി. ആബേല്
രക്തത്തിൻ്റെ ബലി അർപ്പിച്ചത്. കായേൽ ഭൂമിയിലുള്ള വിളകളെല്ലാം എടുത്ത് രക്തമില്ലാത്ത വെജിറ്റേറിയനായിട്ട് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അത് കർത്താവ് ഉപേക്ഷിച്ചു, അത് സ്വീകരിച്ചില്ല. മറ്റവൻ രക്തം കൊണ്ടുള്ള ബലി അർപ്പിച്ചത്. അപ്പോൾ കായേലിൻ്റെ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, രക്തത്തിൻ്റെ ബലിയയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു അരൂപി. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ മധ്യത്തിലും ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നവർക്കും യേശുവിനോ യേശുവിൻ്റെ കാൽവരി കുരിശിലെ ബലിക്കോ ആ രക്തത്തിനോ അല്ല പ്രാധാന്യം. അവിടെയൊക്കെ മറ്റ് ആരാധനകളാണ്, മറ്റു പ്രാർത്ഥനകളാണ്. യേശുവിനല്ല പ്രാധാന്യം. യേശുവിനെ അല്ല ആരാധിക്കുന്നത്. മറ്റു മാർഗങ്ങളിലൂടെ മനുഷ്യർ പറഞ്ഞു തന്ന ചില ആചാരങ്ങളിലൂടെ, ചില അനുഷ്ഠാനങ്ങളിലൂടെ, ചില പാരമ്പര്യങ്ങളിലൂടെ രക്ഷയുണ്ടെന്നും മനസ്സിലാക്കി യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് കായേലിൻ്റെ മാർഗം. അവർക്ക് ദുരിതം എന്ന് പറഞ്ഞത്. കർത്താവ് അവർക്ക് ദുരിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ദുരിതമാണ്, അത് മാറ്റിയെടുക്കാൻ ആർക്കും പറ്റത്തില്ല. കായേലിൻ്റെ മാർഗം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ബലിയെ തിരസ്കരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്യക്തിയെ, ഇന്ന് കാളക്കുട്ടിയെയും ആട്ടിൻകുട്ടിയൊന്നും അല്ല കൊണ്ടുപോകേണ്ടത്. എനിക്ക് വേണ്ടി ദൈവം കാൽവരി മലയിൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തന്നെ കുഞ്ഞാടായ യേശുക്രിസ്തുവിനെ ബലി അർപ്പിച്ചിട്ടുണ്ട്. ആ ബലിക്ക് ഞാൻ കൊടുക്കേണ്ട പ്രാധാന്യമുണ്ട്. അതിന് ഞാൻ വിശ്വസിക്കേണ്ടതുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. ആ യേശുക്രിസ്തുവിലാണ് രക്ഷ. ആ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് മറ്റ് വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കായേലിൻ്റെ മാർഗം. അവർക്ക് ദുരിതം. അതുകൊണ്ട് ഓരോരുത്തരും അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അല്ലാതെ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തികൾക്കും ഒരു നേട്ടവും ഇല്ല. ഇതുകൊണ്ട് നേട്ടം നിങ്ങൾക്കാണ്. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സ്വീകാര്യമാകുന്നത് യേശുവിൻ്റെ രക്തത്താൽ ആണ് അവിടെ കടന്നു ചെല്ലുന്നത്, അതോ പച്ചക്കറിയും കൊണ്ടാണോ? പച്ചക്കറി ഞാൻ പറയുന്നത് യേശുവല്ലാത്ത പ്രാർത്ഥന. അവിടെ എത്താൻ പറ്റുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രം. അതാണ് ഇന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാതെ ഒരുപാട് സമയവും ഒരുപാട് പണവും വെറുതെ വാരിക്കോരി കളഞ്ഞ് നഷ്ടപ്പെടുത്തുന്നത് ഈ രക്തത്തിന് സ്ഥാനം കൊടുക്കാത്ത ഒരു ബലിയർപ്പണമാണ്. അത് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ശാപമാണ് പറയുന്നത്. അവർക്ക് ദുരിതം എന്ന് പറഞ്ഞത് അതൊരു ശാപമാണ്. അവർക്ക് ദുരിതം. കാരണം ദൈവം നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താ? അത് സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നമ്മൾ ജനിച്ച വീട്ടിൽ, നമ്മൾ ജനിച്ച സാഹചര്യങ്ങളിലൊക്കെ ആൾക്കാർ നമ്മളെ ഉപേക്ഷിക്കും. അതുകൊണ്ട് ഞാനും അവരുടെ കൂടെ നശിച്ചു പോയിക്കോളാം എന്നുള്ള തീരുമാനം എടുക്കുന്നത്. കാരണം ഇത് സ്വീകരിച്ചാൽ എനിക്ക് ജനങ്ങൾ എന്നെ ഉപേക്ഷിക്കും. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ അംഗീകാരം, മനുഷ്യൻ്റെ സ്നേഹമാണ് തേടുന്നെങ്കിൽ ദൈവം എന്തു പറയുന്നു? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നമ്മൾ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മനുഷ്യരുടെ മുമ്പിൽ ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. What is exalted among men is an abomination to God. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യർ എന്ത് വലിയ കാര്യം മുറുകെ പിടിക്കുന്നോ അത് ദൈവത്തിന് മുമ്പിൽ നിന്ദ്യമാണ്. നമ്മൾ മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല നിൽക്കുന്നത്. ഇപ്പം രക്തത്തിൻ്റെ ബലി, യേശുവിനെ ഞാൻ സ്വീകരിക്കുക, യേശു ക്രിസ്തുവിലൂടെ രക്ഷ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവരുടെ രക്തത്തിൽ ഞാൻ വിശ്വസിക്കുമ്പം ഞാൻ ഇന്ന് വരെ മുറുകെ പിടിച്ച ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ അതിന് മനുഷ്യരെന്നെ ഉപേക്ഷിക്കുമെന്ന് ഭയന്ന് ഞാൻ ആ യഥാർത്ഥമായ രക്ഷ കൈപിടിയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ യു ആർ എൻ അബോമിനേഷൻ. അതിനാ മലയാളത്തിൽ പറഞ്ഞ വാക്ക് നികൃഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഥവാ കർത്താവ് പറഞ്ഞു, വാട്ട് ഈസ് എക്സോൾട്ടഡ് അമോങ് മെൻ ഈസ് ആൻ അബോമിനേഷൻ ടു ഗോഡ്.